ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുവൽസ് വേൾഡ്. ഇന്ന് നമുക്ക് ഒരു നൈസ് പുട്ടുപൊടി ഉണ്ടാക്കിയാലോ. അതിനു മുന്നായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ അടിക്കൂ. ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ലൈക്ക് ചെയ്യാനും കമൻ്റ് അടിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുട്ടുപൊടിയിലേക്ക് പോകാം. അതായത് ആദ്യമായിട്ട് റേഷനരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 കിലോ റേഷനരി പാറ്റി നല്ല വൃത്തിയാക്കി വെച്ചേക്കുക. എന്നിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി ഇത് മോള് വരെ നെകക്ക് വെള്ളം ഒഴിക്കണം. അതിനുശേഷം 1 അവർ ഇത് നമുക്ക് നന്നായിട്ട് കുതിരാം. അരി ഒരു കലത്തിനകത്തോട്ട് എടുക്കണം. കഴുകി വാരിയതിന് ശേഷം ഇങ്ങനെ നമ്മൾ മുകളിലിടണം. കാരണം അതിനകത്ത് ചെറിയ ഡ്രോപ്സ് ഒക്കെ വെള്ളം ഉണ്ടാവും. അത് ഫുള്ള് വാർന്നു പോകും ഇങ്ങനെ വെക്കുമ്പോൾ. വെയിലത്ത് വെച്ച് നമുക്ക് അരി ഉണക്കി എടുക്കാം. നമ്മുടെ പൊടി നന്നായി വറുത്ത് ഉണങ്ങണം. അതായത് നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം. നന്നായിട്ട് കട്ടകളൊക്കെ പോയി നല്ല നൈസ് ആവണം. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ പൊടി ഇങ്ങനെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം വരെ നമ്മൾ ആക്കിയെടുക്കണം. ഇനി നമുക്ക് നല്ല നൈസ് പുട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ റേഷനരിയും കൊണ്ട് ഇവിടെ പുട്ട് തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഈ പുട്ട് ട്രൈ ചെയ്യണം, കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.